എന്താണ് ആൽക്കഹോൾസ്? ഒരു ആൽക്കെയിനിൽ, ഒരു ആൽക്കൈൽ ഗ്രൂപ്പിൽ എച്ച് വന്നാൽ അതിനെ നമുക്ക് ജനറലായിട്ട് ആൽക്കെയിൻ എഴുതാമല്ലോ. ഈ ആൽക്കെയിനിൽ നിന്ന് ഒരു എച്ച് ആറ്റത്തെ മാറ്റുന്നു, പകരം ഒ എച്ച് ഗ്രൂപ്പിനെ കൊണ്ടുവരുന്നു. അപ്പോൾ എന്താ പ്രോഡക്റ്റ്? ആർ എച്ചിനെ റീപ്ലേസ് ചെയ്ത് ഒ എച്ച് ഗ്രൂപ്പ് വരുന്നു. ആൻഡ് ദിസ് ക്ലാസ് ഓഫ് കോമ്പൗണ്ട് ഈസ് കോൾഡ് ആൽക്കഹോൾസ്. സോ വാട്ട് ആർ കോൾഡ് ആൽക്കഹോൾസ്? Alcohols are hydroxy derivative of alkane. അപ്പോൾ എന്താണ് ആൽക്കഹോൾസ്? ആൽക്കഹോൾസ് ആർ ഹൈഡ്രോക്സി ഡെറിവേറ്റീവ് ഓഫ് ആൽക്കെയിൻ. ഹൈഡ്രോക്സി ഡെറിവേറ്റീവ് ഓഫ് ആൽക്കെയിൻ. ആൽക്കഹോൾസിൻ്റെ IUPAC നെയിം ഏത് ആൽക്കെയിനാണോ ഫോം ചെയ്യുന്നത് ആ ആൽക്കെയിൻ്റെ ലാസ്റ്റ് ലെറ്റർ മാറ്റിയിട്ട് സഫിക്സ് ആയിട്ട് ഓൾ ചേർക്കുക. വാട്ട് ഈസ് ദ സഫിക്സ് നെയിം? ഓൾ. സോ ദ ജനറൽ IUPAC നെയിം ഓഫ് ആൽക്കഹോൾ ഈസ് ആൽക്കനോൾ. Alcohols are further classified into monohydric alcohol, dihydric alcohol, trihydric alcohol, or even polyhydric alcohol, depending upon the number of hydroxyl group. The monohydric alcohols are further classified into three, that is primary, secondary and tertiary alcohols, depending upon the hydroxyl group attached to the primary, secondary or tertiary carbon atom. ഇനി എന്താണ് ഫീനോൾ? The simplest aromatic compound, that is benzene, C6H6. In benzene, one H atom is replaced by an OH group. So what is the product? ഈ ബെൻസീൻ റിങ്ങിൽ നിന്ന് ഒരു എച്ച് ആറ്റത്തെ മാറ്റിയിട്ട് പകരം OH ഗ്രൂപ്പ് വരും. And this compound is called by the name phenol. So what is phenol? Hydroxy derivative of benzene is called phenol. Hydroxy derivative of benzene is called phenol. ഇനി എന്താണ് ഈതേഴ്സ്? നോക്കി, ഒരു ആൽക്കെയിൻ. എന്താണ് ആൽക്കെയിൻ? ജനറലായിട്ട് എഴുതിയാൽ ആൽക്കൈൽ ഗ്രൂപ്പിൽ എച്ച് ആറ്റം ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്താ? ആൽക്കെയിൻ. ഈ ആൽക്കെയിനിൽ നിന്ന് ഒരു എച്ച് ആറ്റത്തെ റീപ്ലേസ് ചെയ്ത് ആൽക്കോക്സി ഗ്രൂപ്പ് വരുന്ന വിചാരിക്കാം, OR ഗ്രൂപ്പ്. എന്തായിരിക്കും പ്രോഡക്റ്റ്? എച്ച് ആറ്റം മാറി പകരം ആൽക്കോക്സി ഗ്രൂപ്പ് വരും അല്ലേ? സോ ദാറ്റ് യു വിൽ ഗെറ്റ് ആൽക്കോക്സി ഡെറിവേറ്റീവ് ഓഫ് ആൽക്കെയിൻ. സോ ദിസ് ക്ലാസ് ഓഫ് കോമ്പൗണ്ട് ഈസ് കോൾഡ് ബൈ ദ നെയിം ഈതേഴ്സ്. അപ്പോൾ എന്താണ് ഈതേഴ്സ്? ഈതേഴ്സ് ആർ ആൽക്കോക്സി ഡെറിവേറ്റീവ് ഓഫ് alkene. So what is the IUPAC name? The alkoxy group is written as prefix. In IUP system it is called alkoxy alkane. This is a typical example of aliphatic ether. Suppose if you are replacing one H atom from benzene by an alkoxy group. ബെൻസീനിന് ഒരു എച്ച് ആറ്റത്തെ മാറ്റിയിട്ട് പകരം ആൽക്കോക്സി ഗ്രൂപ്പ് കൊണ്ടുവരും. സോ വാട്ട് ഇസ് ദ പ്രോഡക്റ്റ്? ബെൻസീൻ റിംഗ്. വൺ എച്ച് ആറ്റം ഈസ് റീപ്ലേസ്ഡ് ബൈ ആൽക്കോക്സി ഗ്രൂപ്പ്. ദെർഫോർ വി ഹാവ് ആൽക്കോക്സി ബെൻസീൻ. എന്താ കിട്ടുന്ന പ്രോഡക്റ്റിൻ്റെ പേര്? ആൽക്കോക്സി ഡെറിവേറ്റീവ് ഓഫ് ബെൻസീൻ, ദറ്റ് ഈസ് ആൽക്കോക്സി ബെൻസീൻ. ആൻഡ് ദിസ് ഈസ് കോൾഡ് aromatic ether. So what is the simplest aromatic ether? From benzene, one H atom is replaced by the simplest alkoxy group. For example, OCS3, methoxy group. What's the product? Benzene ring. One H atom is replaced by methoxy group. And therefore this is methoxy derivative of benzene called methoxy benzene. And this methoxybenzene is called by the name anisole. Preparation of alcohol. Preparation of alcohol. One method from alkene. That is acid catalyzed
ഹൈഡ്രേഷൻ. ആസിഡ് മീഡിയത്തിൽ വാട്ടർ ആഡ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ പ്രൊപ്പീൻ CH3 CH ഡബിൾ ബോണ്ട് CH2. എന്താ ആഡ് ചെയ്യുന്നത്? വാട്ടർ ഇൻ പ്രസൻസ് ഓഫ് ആസിഡ്. ഹിയർ ദ അഡീഷൻ ഫോളോസ് Markovnikov rule because water is an unsymmetric reagent, that is HOH. Then the negative part of water adds to a carbon with a lesser number of hydrogen atoms according to Markovnikov rule. The hydrogen get added on the other carbon. അപ്പോൾ പ്രോഡക്റ്റ് എന്ത് കിട്ടും? CH3 ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ രണ്ട് കാർബണിൽ ഓരോ എക്സ്ട്രാ വാലൻസ് വരുമല്ലോ. അപ്പോൾ നെഗറ്റീവ് പാർട്ട് ഹൈഡ്രജൻ ആറ്റം കുറഞ്ഞ കാർബണിൽ ആഡ് ചെയ്യുന്നു. എച്ച് ആറ്റം ഹൈഡ്രജൻ ആറ്റം കൂടിയ കാർബണിലും ആഡ് ചെയ്യും. അപ്പോൾ ദ പ്രോഡക്റ്റ് ഈസ് പ്രൊപ്പെയിൻ 2-ol. നമ്പർ 2, പ്രിപ്പറേഷൻ ഫ്രം കാർബണൈൽ കോമ്പൗണ്ട്. ഫ്രം carbonyl compound. Carbonyl compound means aldehyde or ketone. That means compound which contains C double bond O group. Therefore, from carbonyl compound, one can prepare an alcohol by reduction. Reduction of aldehydes or ketones. Aldehydes or ketones. കീറ്റോണിനെ അല്ലെങ്കിൽ ആൽഡിഹൈഡിനെ റിഡക്ഷൻ നടത്തിയാൽ എന്തായിട്ട് മാറും? അത് കറസ്പോണ്ടിങ് ആൽക്കഹോളായിട്ട് മാറും. ആൽഡിഹൈഡിൻ്റെ ജനറൽ ഫോമിൽ നമുക്ക് എഴുതാം RCHO ഗ്രൂപ്പ് അല്ലേ? RC ഡബിൾ ബോണ്ടോ H, RCHO. ഇതിനെ നമ്മൾ റിഡക്ഷൻ നടത്തുന്നു. ദാറ്റ് മീൻസ് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ ഈസ് ട്രീറ്റ് വിത്ത് നിക്കൽ, പ്ലാറ്റിനം ഓർ പലേഡിയം. വാട്ട് ഹാപ്പൻ? Across the unsaturation, hydrogen get added. അപ്പോൾ ഈ പൈ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ വാലൻസി കാർബണിൽ വരും, ഓക്സിജനിൽ വരും. സോ വാട്ട് ഈസ് ദ റിസൾട്ട്? R ഇവിടെ ഒരു HRDയും ഇവിടെ ഒരു HRDയും. അപ്പോൾ വാട്ട് ഈസ് ദ പ്രോഡക്റ്റ്? RCH2OH. RCH2OH. You will get a primary alcohol. So aldehyde on reduction gives a primary alcohol. എന്നാൽ കീറ്റോണിനെ റിഡക്ഷൻ നടത്തിയാൽ എന്ത് കിട്ടും? നോക്കാം. എന്താണ് ജനറൽ റെപ്രസെൻറ്റേഷൻ ഓഫ് കീറ്റോൺ? RCOR, where R can be same or different. Ketone is a highly stable oxidized product and therefore use strong reducing agent for its reduction. Sodium borohydride can be used. NaBH4. It's a very good reducing agent. അപ്പോൾ റിഡക്ഷൻ നടക്കുമ്പോൾ ഈ C ഡബിൾ ബോണ്ടോ ബ്രേക്ക് ചെയ്യുമ്പോൾ കാർബണിൽ ഒരു വാലൻസ് വരും. അപ്പോൾ കാർബണിൽ ഒരു HRDയും ഓക്സിജനിൽ ഒരു എക്സ്ട്രാ വാലൻസി, അവിടെ ഒരു HRDയും. സോ വാട്ട് ഈസ് ദ പ്രോഡക്റ്റ്? RCR'. അപ്പോൾ കാർബണിൽ ഒരു വാലൻസി വരുന്നു, അപ്പോൾ കാർബണിൽ ഒരു HRDയും. ഓക്സിജനിൽ ഒരു എക്സ്ട്രാ വാലൻസി വന്നല്ലോ, അവിടെ ഒരു HRDയും. അപ്പോൾ വാട്ട് ഈസ് ദ പ്രോഡക്റ്റ്? Secondary alcohol. Why? OH group is attached to a carbon which in turn is attached to two other carbon atoms. Therefore, the product is a secondary alcohol. So, in general, we can say aldehyde on reduction gives primary alcohol, ketone on reduction gives secondary alcohol. Reduction of carboxylic acid. എങ്ങനെയാണ് കാർബോക്സിലിക് ആസിഡിനെ ജനറലായിട്ട് റെപ്രസെൻ്റ് ചെയ്യുക? RC ഡബിൾ ബോണ്ടോ OH. ദിസ് ഈസ് കാർബോക്സിലിക് ആസിഡ്. ഇതും ഹൈലി സ്റ്റേബിൾ ഓക്സിഡൈസ്ഡ് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻറ്റ് ഉപയോഗിക്കാം. ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ആൻഡ് വാട്ടർ. ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ഉപയോഗിച്ചാൽ വളരെ ഉയർന്ന അളവിൽ കാർബോക്സിലിക് ആസിഡ് റെഡ്യൂസ് ചെയ്ത് പ്രൈമറി ആൽക്കഹോളായിട്ട് മാറും. അപ്പോൾ ഈ ഓക്സിജനെ ഹൈഡ്രജൻ കൊണ്ടുപോകും. ബിക്കോസ് ഇറ്റ് സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻറ്റ്. So this oxygen is taken away as water. അപ്പോൾ കാർബണിൻ്റെ 2 വാലൻസി ഫ്രീ വന്നു. ഈ 2 വാലൻസിൽ ഹൈഡ്രജൻ ഗെറ്റ് ആഡഡ്. സോ വാട്ട് ഈസ് ദ പ്രോഡക്റ്റ്? RC. ഓക്സിജൻ പോയ വാലൻസിൽ 2 ഹൈഡ്രജൻ ആഡ് ചെയ്യുമല്ലോ. ഇപ്പോൾ CH2. ഇനി എന്താ ബാക്കിയുള്ളത്? OH. Therefore here the OH group is attached to a carbon which in turn is attached to one other carbon. Therefore carboxylic acid on reduction gives the corresponding primary alcohol. The next one,
ഫ്രം ഗ്രിഗ്നാർഡ് റിയേജൻ. എന്താണ് ഗ്രിഗ്നാർഡ് റിയേജൻ? ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡ് ഈസ് കോൾഡ് ഗ്രിഗ്നാർഡ് റിയേജൻ. ഗ്രിഗ്നാർഡ് റിയേജൻ്റെ അഡീഷൻ, if it is on the first member of aldehyde called methanol or formaldehyde, followed by hydrolysis gives primary alcohol. Any other aldehyde other than formaldehyde, for example acetaldehyde or propanaldehyde or any other aldehyde other than formaldehyde followed by hydrolysis gives secondary alcohol. എന്നാൽ ഗ്രിഗ്നാർഡ് റിയേജനെ കീറ്റോണിൽ ആഡ് ചെയ്ത് ഹൈഡ്രോളിസ് ചെയ്താൽ the product is the corresponding tertiary alcohol. Example number 1, addition of Grignard reagent on methanol. So what is methanol? HCHO. Okay, methanol or formaldehyde. ഒരു ഗ്രിഗ്നാർഡ് റിയേജന്റ് പറഞ്ഞേ. ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡ്, സിംപ്ലസ്റ്റ് ആൽക്കൈൽ ഗ്രൂപ്പ് മീഥൈൽ, മഗ്നീഷ്യം സേ ബ്രോമൈഡ്. നമുക്കറിയാം CO ബോണ്ട് പോളറാണ്, പൈ ഇലക്ട്രോണിനെ ഓക്സിജൻ വലിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഓക്സിജൻ സൈഡ് നെഗറ്റീവ് പോളറൈസ്, കാർബൺ സൈഡ് പോസിറ്റീവ്ലി പോളറൈസ്. അപ്പം ഈ ഗ്രിഗ്നാർഡ് റിയേജൻ്റെ മെറ്റൽ പാർട്ട് പോസിറ്റീവ് പൊളാരിറ്റി ഉള്ളതല്ലേ, ആ മെറ്റൽ പാർട്ട് ഓക്സിജനിൽ ആഡ് ചെയ്യും. അപ്പോൾ ഇവിടെ കാർബൺ എന്താണ്, പോസിറ്റീവ്ലി പോളറൈസ്ഡ് ആണ്, അവിടെ ഈ നെഗറ്റീവ് പാർട്ടും ആഡ് ചെയ്യും. അപ്പോൾ വാട്ട് ഈസ് ദ അഡീഷൻ പ്രോഡക്റ്റ്? HCHO. ഓക്സിജനിൽ ആര് വന്നു? പോസിറ്റീവ് പാർട്ട് MgBr. കാർബൺ പാർട്ട് കാർബണിൽ ആഡ് ചെയ്തു CH3. ഈ കിട്ടിയ അഡീഷൻ പ്രോഡക്റ്റിനെ ഹൈഡ്രോളിസ് നടത്തും. ഹൈഡ്രോളിസിസ് എന്താ ഹൈഡ്രോളിസ് നടത്തുമ്പോൾ സംഭവിക്കുക? വാട്ടർ HOH അല്ലേ. അപ്പോൾ ഈ മെറ്റൽ പാർട്ട് വാട്ടറിലെ നെഗറ്റീവ് പാർട്ടായ OHനെ കൊണ്ടു, OH-. അപ്പോൾ പിന്നെ ഈ MgBrന് പകരം ആര് കയറും? H+ വരും. അപ്പോൾ OMgBr ഗ്രൂപ്പ് എന്തായിട്ട് മാറും? OH ആയിട്ട് മാറും. സോ വാട്ട് ഈസ് ദ പ്രോഡക്റ്റ്? HCHO. ഈ CH3 ഗ്രൂപ്പ് ഇവിടെ നിൽക്കുന്നു. MgBrൻ്റെ കൂടെ OH- പോയി. അപ്പോൾ പിന്നെ ഓക്സിജൻ്റെ അടുത്ത് ആര് വരും? H വരും. ഒരു ആൽക്കഹോൾ കിട്ടി. ആ ആൽക്കഹോൾ പ്രൈമറി ആൽക്കഹോളാണ്. എന്തുകൊണ്ട്? OH ഗ്രൂപ്പ് ഈസ് അറ്റാച്ച്ഡ് ടു എ കാർബൺ വിച്ച് ഇൻ ടേൺ ഈസ് അറ്റാച്ച്ഡ് ടു ഓൺലി വൺ അതർ കാർബൺ. ഇനി വേറെ ഏത് ആൽഡിഹൈഡിൽ ഗ്രിഗ്നാർഡ് റിയേജന്റ് ആഡ് ചെയ്ത് ഹൈഡ്രോളിസ് ചെയ്താലും കിട്ടുന്ന പ്രോഡക്റ്റ് സെക്കൻഡറി ആൽക്കഹോൾ ആയിരിക്കും. ഉദാഹരണത്തിന് അസറ്റാൽഡിഹൈഡ് ഓർ എത്തനാൽ, CH3CHO. അതിൽ ഗ്രിഗ്നാർഡ് റിയേജന്റ് ആഡ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ മീഥൈൽ മഗ്നീഷ്യം ബ്രോമൈഡ്. CO ബോണ്ട് പോളറാണ്, ഓക്സിജൻ സൈഡ് നെഗറ്റീവ്ലി പോളറൈസ്, കാർബൺ സൈഡ് പോസിറ്റീവ്ലി പോളറൈസ്. ഇതിനകത്ത് പോസിറ്റീവ്ലി പോളറൈസ്ഡ് ആയ മെറ്റൽ പാർട്ട് ഓക്സിജനിൽ ആഡ് ചെയ്യും, ആൽക്കൈൽ പാർട്ട് കാർബണിലും ആഡ് ചെയ്യും. സോ വി ഹാവ് ദ അഡീഷൻ പ്രോഡക്റ്റ്. നമുക്ക് കിട്ടുന്ന അഡീഷൻ പ്രോഡക്റ്റ് എന്താണ്? CH3CH. ഓയുടെ അടുത്ത് ആര് പോയി? ഓക്സിജൻ സൈഡ് നെഗറ്റീവ് ആയതുകൊണ്ട് മെറ്റൽ പാർട്ട് പോസിറ്റീവ്ലി പോളറൈസ്ഡ് ആയ മെറ്റൽ പാർട്ട് ഇവിടെ ആഡ് ചെയ്യുന്നു, MgBr. കാർബൺ പാർട്ട് കാർബണിലും ആഡ് ചെയ്യും. ഈ അഡീഷൻ പ്രോഡക്റ്റിനെ നമ്മൾ ഹൈഡ്രോളിസ് ചെയ്യും. എന്താ ഹൈഡ്രോളിസ്? വാട്ടർ വെച്ച് പൊട്ടിക്കുന്നു, HOH. അപ്പോൾ OH- മെറ്റൽ പാർട്ട് എടുത്തുകൊണ്ട് പോകും, MgOHBr ആയിട്ട് മാറും. അപ്പോൾ പിന്നെ ഈ O- ആര് വരും? H+ വരും. അപ്പോൾ OMgBr ഫലത്തിൽ എന്തായി? OH ആയി. സോ വാട്ട് ഈസ് ദ ഹൈഡ്രോളിസ് പ്രോഡക്റ്റ്? CH3 CH CH3 O. ഹൈഡ്രോളിസ് ചെയ്യുമ്പോൾ എന്തായി? OH ആയി മാറി ആ ഗ്രൂപ്പ് മൊത്തത്തിൽ. സോ ദ OH ഗ്രൂപ്പ് ഈസ് അറ്റാച്ച്ഡ് ടു എ കാർബൺ വിച്ച് ഇൻ ടേൺ ഈസ് അറ്റാച്ച്ഡ് ടു അതർ കാർബൺ. വിൽ ഗെറ്റ് എ സെക്കൻഡറി ആൽക്കഹോൾ. വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ സെക്കൻഡറി ആൽക്കഹോൾ? നമ്പർ ചെയ്താൽ 1, 2, 3 അല്ലേ. നമ്പർ ചെയ്തപ്പോൾ 3 കാർബൺ പേരൻറ് ചെയിൻ അല്ലേ, 1, 2, 3. അപ്പോൾ റൂട്ട് വേർഡ് പ്രൊപ്പ്. അത് കഴിഞ്ഞാൽ എന്താ എഴുതുക? പ്രൈമറി സഫിക്സ്. ഇവിടുത്തെ പ്രൈമറി സഫിക്സ് ദ മെയിൻ ചെയിൻ കാർബൺ ആറ്റംസ് ആർ ലിങ്ക്ഡ് ടുഗദർ ബൈ സിംഗിൾ ബോണ്ട്. സോ ദ പ്രൈമറി സഫിക്സ് ANE. അത് ലാസ്റ്റ് ലെറ്റർ മാറ്റിയിട്ട് സെക്കൻഡറി സഫിക്സ് ആഡ് ചെയ്യും. ഇവിടെ സെക്കൻഡറി സഫിക്സ് ആരാ? ഫങ്ഷണൽ ഗ്രൂപ്പിന് വേണ്ടി. ഏതാ ഫങ്ഷണൽ ഗ്രൂപ്പ്? OH.
അതിൻ്റെ സഫിക്സ് നെയിം എന്താണ്? ഓൾ. പക്ഷേ ഓൾ ഇവിടെ ഒന്നാമത്തെ കാർബണല്ല, രണ്ടാമത്തെ കാർബണിലാണ്. അതുകൊണ്ട് ലാസ്റ്റ് ലെറ്റർ മാറ്റി 2-ഓൾ. സോ വാട്ട് ഈസ് IUPAC നെയിം? പ്രൊപ്പെയിൻ 2-ഓൾ. സോ കൺവേർട്ട് എഥനാൽ ടു പ്രൊപ്പെയിൻ 2-ഓൾ ഓർ കൺവേർട്ട് അസറ്റാൽഡിഹൈഡ് ടു ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ. എന്താ ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ? പ്രൊപ്പെയിൻ 2-ഓൾ. ഇനി ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് കീറ്റോണിൽ ആഡ് ചെയ്ത് ഹൈഡ്രോളിസ് ചെയ്താൽ എന്ത് കിട്ടും? ദ സിംപ്ലസ്റ്റ് കീറ്റോൺ ആരാ? 3 കാർബൺ വേണമല്ലോ. ആരാ അത്? പ്രൊപ്പനോൺ ഓർ അസറ്റോൺ. പ്രൊപ്പനോൺ. വാട്ട് ഇസ് എ കോമൺ നെയിം? അസറ്റോൺ. ഇതിൽ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ആഡ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ മീഥൈൽ മഗ്നീഷ്യം ബ്രോമൈഡ്. ഇവിടെയും എന്താണ്? CO ബോണ്ട് പോളാർ അല്ലേ? ഓക്സിജൻ നെഗറ്റീവ്ലി പോളറൈസ്, കാർബൺ പോസിറ്റീവ്ലി പോളറൈസ്. അപ്പോൾ ഇതിനകത്ത് മെറ്റൽ പാർട്ട് പോസിറ്റീവാണ്, അത് നെഗറ്റീവ്ലി പോളറൈസ് ഓക്സിജനിൽ ആഡ് ചെയ്യുന്നു. ആൽക്കൈൽ പാർട്ട് ഈ പോസിറ്റീവ്ലി പോളറൈസ് കാർബണിലും ആഡ് ചെയ്യും. അപ്പം നമുക്ക് അഡീഷൻ പ്രോഡക്റ്റ് എങ്ങനെ എഴുതാം? CH3 CH3 ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് ചെയ്തു, ഓക്സിജൻ സൈഡ് നെഗറ്റീവാണ്, അവിടെ മെറ്റൽ പാർട്ട് വന്ന് ആഡ് ചെയ്യുന്നു. എന്താ അത്? MgBr. ആൽക്കൈൽ പാർട്ട് കാർബണിൽ ആഡ് ചെയ്യുന്നു. ഇനി ഇത് നമ്മൾ ഹൈഡ്രോളിസ് ചെയ്യുന്നു. HOH. അപ്പോൾ മെറ്റൽ പാർട്ട് ചെറിയ OH മൈനസിന് എടുത്തുകൊണ്ട് MgOH ആയിട്ട് മാറിപ്പോവും. അപ്പം ആ മെറ്റൽ പാർട്ടിന് പകരം അവിടെ ആര് കയറും? H+ കയറും. അപ്പോൾ OMgBr മൊത്തത്തിൽ എന്തായി മാറും? OH ആയിട്ട് മാറും. സോ വാട്ട് ഈസ് ദ ഫൈനൽ പ്രോഡക്റ്റ് ഓർ വാട്ട് ഈസ് ദ ഹൈഡ്രോളിസ് പ്രോഡക്റ്റ്? CH3 CH3 O. ഇവിടെ MgBrന് പകരം ആര് വന്നു? H+. അപ്പോൾ ഇവിടെ കിട്ടിയ ആൽക്കഹോളിൻ്റെ പ്രത്യേകത എന്താ? The OH group is attached to a carbon which in turn is attached to 3 other carbon. So the result is the corresponding tertiary alcohol. Here it is tertiary butyl alcohol. T-butyl alcohol is the product. What is the IUPAC name? നമ്പർ ചെയ്ത് 1, 2, 3 അല്ലേ? അപ്പോൾ നമുക്ക് പ്രിഫിക്സ് ആയിട്ട് പറയാൻ ഒരു ആൽക്കൈൽ ബ്രാഞ്ച് ഉണ്ട്. എവിടെയാണ് അത്? 2-ലല്ലേ? അപ്പോൾ പ്രിഫിക്സിൽ എന്ത് എഴുതും? 2-methyl. ദെൻ കംസ് റൂട്ട് വേർഡ്. പേരൻറ്റ് ചെയിനിൽ എത്ര കാർബൺ? 3 കാർബൺ. അപ്പോൾ റൂട്ട് വേർഡ് പ്രൊപ്പ്. ദെൻ കംസ് പ്രൈമറി സഫിക്സ്. ഈ കോമ്പൗണ്ട് സാച്ചുറേറ്റഡ് ആണോ അൺസാച്ചുറേറ്റഡ് ആണോ എന്ന് പറയാം. അപ്പോൾ ഇവിടെ കാർബൺ ചെയിൻ നോക്കിയേ. പേരൻറ്റ് ചെയിൻ കാർബൺ ആറ്റംസ് ആർ ലിങ്ക് ടുഗദർ ബൈ സിംഗിൾ ബോണ്ട്. അപ്പോൾ സഫിക്സ് പ്രൈമറി സഫിക്സ് ANE. ഇനി സെക്കൻഡറി സഫിക്സ് ഉണ്ട്. അതെന്താണ്? രണ്ടാമത്തെ പോർഷനിൽ ഒരു ഓൾ ഗ്രൂപ്പ് ഉണ്ട്, ആൽക്കഹോൾ ഗ്രൂപ്പ്. ഒരെണ്ണേ ഉള്ളതുകൊണ്ട് ലാസ്റ്റ് ലെറ്റർ മാറ്റിയിട്ട് എവിടെയാണോ അതിൻ്റെ പൊസിഷൻ അത് എഴുതുക, എന്നിട്ട് തന്നെ സഫിക്സ് നെയിം എഴുതുക. ഓൾ. അപ്പോൾ വാട്ട് ഈസ് IUPAC നെയിം? 2-methyl propane 2-ol. ആൻഡ് ദാറ്റ് ഈസ് ദ IUPAC നെയിം ഓഫ് ടെറിഷറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ. ഇനി പ്രിപ്പറേഷൻ ഓഫ് ഫീനോൾ. Preparation of phenol. The first method from haloarine. From haloarenes. For example, how will you convert chlorobenzene to phenol? എന്താണ്? ബെൻസീൻ റിങ്ങിൽ ക്ലോറിൻ. ബെൻസീൻ റിങ്ങിൽ ക്ലോറിൻ. വാട്ട് ഇസ് ദാറ്റ്? ക്ലോറോബെൻസീൻ. ഇറ്റ്സ് എൻ അരൈൽ ഹാലൈഡ്. അപ്പോൾ അരൈൽ ഹാലൈഡ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ തരാൻ വലിയ പാടാണ്. എന്താ കാര്യം? ഈ ക്ലോറിനിലെ ലോൺ പെയർ ഈസ് ഇൻ കോൺജുഗേഷൻ വിത്ത് ദി ആരോമാറ്റിക് പൈലട്ടൺ ഓഫ് ബെൻസിൻ റിംഗ് ആൻഡ് ദാറ്റ് ലീഡ്സ് ടു റെസൊണൻസ്. അതിൻ്റെ ഫലമായി കാർബൺ ക്ലോറിൻ ബോണ്ടിന് പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ കിട്ടും. സോ ദാറ്റ് ദ ക്ലീവേജ് ബിക്കം ഡിഫിക്കൾട്ട്. രണ്ടാമത്തെ കാരണം, ക്ലോറിനെ ക്യാരി ചെയ്തിരിക്കുന്ന ഈ ബെൻസിൻ റിങ്ങിലെ കാർബൺ sp2 ഹൈബ്രിഡൈസ്ഡ് ആയതുകൊണ്ട് മോർ ഇലക്ട്രോനെഗറ്റീവാണ്. അപ്പോൾ മോർ ഇലക്ട്രോനെഗറ്റീവ് sp2 ഹൈബ്രിഡൈസ് കാർബൺ ക്യാരിയിങ് ദ ഹാലജൻ. അതുകൊണ്ട് തന്നെ ആ ബോണ്ട് പൊട്ടാനുള്ള ചാൻസ് കുറയും. ഇനി ഒരുപക്ഷെ Cl- ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ കിട്ടാവുന്ന കാർബോകാറ്റയോൺ ഫിനൈൽ കാർബോകാറ്റയോണാണ്. അത് സ്റ്റേബിൾ അല്ല. ഇൻസ്റ്റെബിലിറ്റി ഓഫ് ഫിനൈൽ കാർബോകാറ്റയോൺ. അടുത്തൊരു കാരണം എന്താണ്? ഇവിടെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കേണ്ടത്. അപ്പോൾ ഈ കാർബൺ ഹാലജൻ ബോണ്ടിൽ ഇവിടെ ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യണം. പക്ഷേ ബെൻസീൻ റിങ്ങിൻ്റെ പൈലട്രോൺ ക്ലൗഡ് ഈ ന്യൂക്ലിയോഫൈലിനെ റിപ്പൽ ചെയ്യും. സോ ബിക്കോസ് ഓഫ് പോസിബിൾ റിപ്പൽഷൻ ഫ്രം ദ പൈലട്രോൺ ക്ലൗഡ്
the substitution become difficult. എന്നിരുന്നാലും under drastic condition one can convert chlorobenzene to phenol by the Dawes process. അതിനുവേണ്ടി ക്ലോറോബെൻസീനെ ആദ്യം ആൽക്കലി വെച്ച് ട്രീറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ NaOH at about 623 Kelvin and 300 atmospheric pressure. That means under drastic condition. അപ്പോൾ ബെൻസീൻ റിംഗ് സോഡിയം ഹൈഡ്രോക്സൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ Cl മൈനസ് ഈസ് റീപ്ലേസ്ഡ് ബൈ ONa. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സോഡിയം സാൾട്ട് ഓഫ് ഫീനോൾ, ഫീനോക്സൈഡ്, സോഡിയം ഫീനേറ്റ് ഓർ സോഡിയം ഫീനോക്സൈഡ്. ഇങ്ങനെ കിട്ടുന്ന സാൾട്ടിനെ എന്ത് ചെയ്യുക? അസിഡിഫൈ ചെയ്യുക. ഇതിനെ അസിഡിഫൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ HCl വെച്ച് അസിഡിഫൈ ചെയ്യുമ്പോൾ സോഡിയവും ക്ലോറിനും ചേർന്ന് NaCl ആയിട്ട് പോയിട്ട് Na+നെ ആരെ റീപ്ലേസ് ചെയ്യും? H+. അപ്പോൾ അത് വീണ്ടും അസിഡിക് ഗ്രൂപ്പ്. സോ വാട്ട് ഈസ് ദ പ്രോഡക്റ്റ്? ബെൻസീൻ റിംഗ് അസിഡിഫൈ ചെയ്യുമ്പോൾ ONa ഗ്രൂപ്പ് എന്താവും? OH ആവും. അപ്പോൾ യു വിൽ ഗെറ്റ് ഫീനോൾ. ദിസ് ഇസ് ദ ടിപ്പിക്കൽ കൺവേർഷൻ ഓഫ് ക്ലോറോബെൻസീൻ ടു ഫീനോൾ. രണ്ടാമത്തെ മെത്തേഡ്, നമുക്ക് ബെൻസീനെ ഫീനോളാക്കാം. എങ്ങനെയാണ് ബെൻസീനെ ഫീനോളാക്കുക? ബെൻസീൻ റിങ്ങിൽ രച്ചിന് പകരം OH ഗ്രൂപ്പ് ഉണ്ട്. ദാറ്റ് മീൻസ് കൺവേർഷൻ ഓഫ് ബെൻസീൻ ടു ഫീനോൾ. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് ബെൻസീനെ ഒലിയം വെച്ച് ട്രീറ്റ് ചെയ്യാം. ഫ്യൂമിംഗ് സൾഫ്യൂറിക് ആസിഡ്, ദാറ്റ് ഈസ് കോൾഡ് ഒലിയം. ഒലിയം വെച്ച് ട്രീറ്റ് ചെയ്യുന്നു. H2S2O7 ഹൈലി കോൺസെൻട്രേറ്റഡ് സൾഫ്യൂറിക് ആസിഡ്. അപ്പോൾ സൾഫോണിക് ആസിഡ് ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ബെൻസീൻ റിങ്ങിൽ ആര് ഇൻട്രൊഡ്യൂസ് ചെയ്യും? സൾഫോണിക് ആസിഡ് ഗ്രൂപ്പ്. എന്താ സൾഫോണിക് ആസിഡ് ഗ്രൂപ്പ്? SO3H. അപ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്? ബെൻസീൻ സൾഫോണിക് ആസിഡ്. ബെൻസീൻ സൾഫോണിക് ആസിഡ്. ഈ ബെൻസീൻ സൾഫോണിക് ആസിഡിനെ ആദ്യം ആൽക്കലി വെച്ച് ട്രീറ്റ്, സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ എന്താവും? സോഡിയം സാൾട്ട് ആവും. എന്നിട്ട് അതിനെ വീണ്ടും എന്ത് ചെയ്യുക? അസിഡിഫൈ ചെയ്യുക. അപ്പോൾ അത് വീണ്ടും ആസിഡ് ഗ്രൂപ്പായി മാറും. ദാറ്റ് മീൻസ് OH. അപ്പോൾ NaOH വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ സോഡിയം ഫീനോക്സൈഡായിട്ട് മാറുന്നു. അതിനെ നമ്മൾ അസിഡിഫൈ ചെയ്യുമ്പോൾ വീണ്ടും ONa ഗ്രൂപ്പ് എന്താവും? OH ആവും. സോ ദിസ് ഈസ് ദ കൺവേർഷൻ ഓഫ് ബെൻസീൻ ടു ഫീനോൾ. സോ ബെൻസീൻ ഈസ് സൾഫോണേറ്റഡ് വിത്ത് ഒലിയം. എന്ത് കിട്ടും? ബെൻസീൻ സൾഫോണിക് ആസിഡ് ഈസ് ഫോംഡ് ആൻഡ് ഈസ് കൺവേർട്ട് ടു സോഡിയം ഫീനോക്സൈഡ്. എപ്പോഴാണ്? ഓൺ ഹീറ്റിംഗ് വിത്ത് NaOH. NaOH വെച്ച് ഹീറ്റ് ചെയ്യുമ്പോൾ ഇവിടുന്ന് SO2 ഗ്യാസ് പോവും, അല്ലേ? പിന്നെ ഒരു ഓക്സിജനും ഈ രണ്ട് ഹൈഡ്രജനും ചേർന്ന് വാട്ടറായിട്ട് പോവും. പിന്നെ വാട്ട് ഈസ് റിമൈനിങ്? ONa. ആ ONa ഗ്രൂപ്പ് ബെൻസീൻ റിങ്ങിൽ ആഡ് ചെയ്യും. അപ്പോൾ യു വിൽ ഗെറ്റ് സോഡിയം ഫീനോക്സൈഡ്. ഇതിനെ അസിഡിഫൈ ചെയ്യുമ്പോൾ ONa ഗ്രൂപ്പ് എന്താവും? OH ആവും. യു വിൽ ഗെറ്റ് ഫീനോൾ. ഇനി നമ്പർ 3, ഫ്രം ഡയസോണിയം സോൾട്ട്. ഫ്രം ഡയസോണിയം സോൾട്ട്. അപ്പോൾ ഡയസോണിയം സോൾട്ട് ഉണ്ടാക്കണമെങ്കിൽ അനിലീനെയാണ് എടുക്കേണ്ടത്. ബെൻസീൻ റിങ്ങിൽ NH2, ദാറ്റ് ഈസ് കോൾഡ് അനിലീൻ, ആരോമാറ്റിക് പ്രൈമറി അമീൻ, ദാറ്റ് ഈസ് അനിലീൻ. അതിനെ ഡൈസോട്ടൈസേഷൻ നടത്തുക. അതിനെ എന്ത് ചെയ്യണം? ഡൈസോട്ടൈസേഷൻ നടത്തണം. എന്താ ഡൈസോട്ടൈസേഷൻ? കൺവേർഷൻ ഓഫ് aniline to benzene diazonium chloride by treating with NaNO2 and HCl under ice cold condition, that is 0 to 5 degree. അപ്പോൾ അനിലീൻ എന്തായിട്ട് മാറും? ഡയസോണിയം സോൾട്ടായി മാറും. NH2 ഗ്രൂപ്പ് എന്തായി മാറി? N2Cl, N2+Cl-, that is benzene diazonium chloride. ഇങ്ങനെ കിട്ടുന്ന ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെ വാട്ടർ ആഡ് ചെയ്ത് ചെറുതായിട്ട് ചൂടാക്കുക. വാട്ടർ ആഡ് ചെയ്തിട്ട് വാം ചെയ്യുക. അങ്ങനെ വാം ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് N2 ഗ്യാസ് റിലീസാവും. വാട്ടറുള്ള ഒരു H+ഉം Cl- വെച്ച് ചേർന്ന് HCl ആയിട്ട് പോവും. പിന്നെ വാട്ട് ഈസ് റിമൈനിങ് ഇൻ വാട്ടർ? OH. ആ OH വന്ന് ഫിനൈൽ റിങ്ങിൽ ആഡ് ചെയ്യും. ആ OH വന്ന് ഫിനൈൽ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. C6H5. ഈ ഗ്രൂപ്പിൽ ഒരു ബാലൻസി ഉണ്ടല്ലോ, അവിടെ വന്ന് മിച്ചമുള്ള ആര് കയറും? OH.
So what happened? So what happens? Aniline is converted to phenol. And this is again a typical conversion of aniline to phenol. Convert aniline to phenol. Reactions of alcohol. Number 1, reaction with the hydrogen halide. Reaction with the hydrogen halide. അപ്പോൾ ഒരു ആൽക്കഹോളിനെ ഹൈഡ്രജൻ ഹാലൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുന്നു. എന്ത് സംഭവിക്കും? OH ഗ്രൂപ്പ് ഈസ് റീപ്ലേസ്ഡ് ബൈ ഹാലജൻ. അപ്പോൾ R ന് പകരം ആര് വരും? X. ദാറ്റ് മീൻസ് ദ കറസ്പോണ്ടിങ് ആൽക്കൈൽ ഹാലൈഡ്. പിന്നെ H OH കൂടെ ചേർന്ന് ബൈ പ്രോഡക്റ്റ് എന്ത് കിട്ടും? വാട്ടർ കിട്ടും. ഫോർ എക്സാമ്പിൾ, ആൽക്കഹോൾ ഈസ് ട്രീറ്റഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് HCl in presence of zinc chloride. അപ്പോൾ ഈ റിയേജൻറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് ലൂക്കാസ് റിയേജൻറ്റ്. എന്താ വിളിക്കുക? ലൂക്കാസ് റിയേജൻറ്റ്. കോൺസെൻട്രേറ്റഡ് HCl ആൻഡ് zinc chloride is called ലൂക്കാസ് റിയേജൻറ്റ്. ഈ ലൂക്കാസ് റിയേജൻറ്റ് വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ OH ഗ്രൂപ്പിനെ ആരെ റീപ്ലേസ് ചെയ്യും? ഹാലജൻ. ഇവിടുത്തെ ഹാലജൻ ആരാ? ക്ലോറിൻ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്ലോറോ ആൽക്കെയിൻ അല്ലെങ്കിൽ ആൽക്കൈൽ ക്ലോറൈഡ് കിട്ടും. പിന്നെ Hഉം OHഉം ചേർന്ന് വാട്ടറും കിട്ടും. ഈ ആൽക്കൈൽ ക്ലോറൈഡ് ഈസ് ഇൻസോളബിൾ ഇൻ വാട്ടർ. ദെയർഫോർ ഇറ്റ് ഗീവ്സ് എ ടെർബിഡിറ്റി. 3 ഡിഫറെൻറ്റ് ആൽക്കഹോൾ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ കണ്ടു. ടെർഷറി, സെക്കൻഡറി ആൻഡ് പ്രൈമറി. ടെർഷറി ആൽക്കഹോളിൽ the OH group is attached to a carbon which in turn is attached to 3 other carbon. ആണല്ലോ, which in turn is attached to 3 other carbon. അപ്പോൾ OH മൈനസ് പോയാൽ നമുക്ക് എന്താ കിട്ടുക? ടെർഷറി കാർബോകാറ്റയോൺ. ഈ ടെർഷറി കാർബോകാറ്റയോൺ ഈസ് മോർ സ്റ്റേബിൾ. കഴിഞ്ഞ വർഷം പഠിച്ചു. ഡ്യൂ ടു 3+I ഇഫക്റ്റ് ആൻഡ് ഹൈപ്പർ കോൺജുഗേഷൻ. എന്നാൽ സെക്കൻഡറി ആൽക്കഹോൾ OH മൈനസ് പോയാൽ സെക്കൻഡറി കാർബോകാറ്റയോൺ കിട്ടും. അത് ടെർഷറിയേക്കാൾ ലെസ് സ്റ്റേബിളാണ്. പ്രൈമറി ആൽക്കഹോൾ പ്രൈമറി കാർബോകാറ്റയോൺ കിട്ടാം, അത് ലീസ്റ്റ് സ്റ്റേബിളാണ്. അപ്പോൾ ഈ ആൽക്കഹോളിൻ്റെ റിയാക്ടിവിറ്റി അപ്പോൾ ഏത് ഓർഡറിൽ വരും? ടെർഷറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി. ദിസ് ഈസ് ഡ്യൂ ടു ദ റിലേറ്റീവ് സ്റ്റെബിലിറ്റി ഓഫ് ദ കാർബോകാറ്റയോൺ ദാറ്റ് ക്യാൻ ബി ഫോംഡ് ഫ്രം ടെർഷറി, സെക്കൻഡറി ആൻഡ് പ്രൈമറി ആൽക്കഹോൾ. അപ്പോൾ ഈ ലൂക്കാസ് റിയേജൻറ്റ് നമ്മളൊരു ടെർഷറി ആൽക്കഹോളിലാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ കോൺസെൻട്രേറ്റഡ് HCl ആൻഡ് zinc chloride ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ക്ലോറോ കോമ്പൗണ്ട് പെട്ടെന്ന് ഉണ്ടാവില്ലേ? ബിക്കോസ് ഇറ്റ് ഈസ് മോർ റിയാക്റ്റീവ്. ദർഫോർ ടെർബിഡിറ്റി പെട്ടെന്ന് തന്നെ കിട്ടും, ഇമ്മീഡിയറ്റ് ടെർബിഡിറ്റി. എന്നാൽ ഒരു സെക്കൻഡറി ആൽക്കഹോൾ ഈ റിയേജൻറ്റ് ആഡ് ചെയ്യുന്നിരിക്കട്ടെ, കോൺസെൻട്രേറ്റഡ് HCl ആൻഡ് zinc chloride. ടെർഷറിയേക്കാൾ ലെസ് റിയാക്റ്റീവ് ആണ് സെക്കൻഡറി. അതുകൊണ്ട് ആൽക്കൈൽ ക്ലോറൈഡ് ഫോർമേഷൻ അല്പം ഡിലേ ആവും. അപ്പോൾ നമുക്ക് ടെർബിഡിറ്റി വിത്തിൻ 5 minutes. എന്നാൽ ടെർഷറിയിലോ മോർ റിയാക്റ്റീവ് ആണ്. അപ്പോൾ ഒഴിക്കുന്ന മാത്രമേ തന്നെ ടെർബിഡിറ്റി കിട്ടും, ഇമ്മീഡിയറ്റ് ടെർബിഡിറ്റി. കാരണം റിയാക്ഷൻ നടന്ന് പെട്ടെന്ന് തന്നെ ക്ലോറോ ആൽക്കെയിൻ ആവും. അത് വെള്ളത്തിൽ സോളുബിൾ അല്ലാത്തതുകൊണ്ട് ഒരു ടെർബിഡിറ്റി അല്ലെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് നമുക്ക് കിട്ടും. ഇനി പ്രൈമറി ആൽക്കഹോൾ ആണെങ്കിലോ അവിടെ കാർബോകാറ്റയോൺ ഫോർമേഷൻ വളരെ ബുദ്ധിമുട്ടല്ലേ? കാരണം അത് ലെസ് സ്റ്റേബിളാണ്. അതുകൊണ്ട് തന്നെ റിയാക്ടിവിറ്റി പ്രൈമറി ആൽക്കഹോളിന് വളരെ കുറവാണ്. അപ്പോൾ OH മൈനസ് റിലീസ് ചെയ്യാൻ പാടാണ്. അപ്പോൾ നോ ടെർബിഡിറ്റി അറ്റ് റൂം ടെമ്പറേച്ചർ. നമ്മൾ ലൂക്കാസ് റിയേജൻ കോൺസ്റ്റന്റ് HClഉം അൺഹൈഡ്രസ് zinc chloride ഒഴിച്ചു കഴിഞ്ഞാൽ നോ ടെർബിഡിറ്റി അറ്റ് റൂം ടെമ്പറേച്ചർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദിസ് ഈസ് ആൻ എക്സ്ക്ലൂസീവ് ടെസ്റ്റ് ടു ഡിറ്റക്ട് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി ആൽക്കഹോൾ. അപ്പോൾ 3 ടെസ്റ്റ് ട്യൂബിൽ 3 ആൽക്കഹോളുണ്ട്. അത് നമുക്ക് തിരിച്ചറിയണം, പ്രൈമറി ആണോ, സെക്കൻഡറി ആണോ, ടെർഷറി ആണോ. എന്ത് ചെയ്യുക? ലൂക്കാസ് റിയേജൻ എന്താണ്? കോൺസ്റ്റന്റ് HCl ആൻഡ് zinc chloride. ഇത് 3ലും ആഡ് ചെയ്യുക. ആഡ് ചെയ്യുന്ന മൊമെൻറ്റിൽ തന്നെ ടെർബിഡിറ്റി കിട്ടിയാൽ ആ ആൽക്കഹോൾ എന്തായിരിക്കാം? ടെർഷറിയാണ്. എന്നാൽ ടെർബിഡിറ്റി കിട്ടുന്നു 5 മിനിറ്റിനകത്താണ് ടെർബിഡിറ്റി കിട്ടുന്നതെങ്കിൽ അത് സെക്കൻഡറി ആൽക്കഹോൾ ആയിരിക്കും. എന്നാൽ നമ്മൾ നടത്തുന്ന റൂം ടെമ്പറേച്ചറിൽ ടെർബിഡിറ്റിയെ കിട്ടുന്നില്ല, റിയാക്ഷൻ നടക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ അത് പ്രൈമറി ആൽക്കഹോൾ. സോ വാട്ട് ഈസ് ലൂക്കാസ് ടെസ്റ്റ്? ടെസ്റ്റ് ടു ഡിസ്റ്റിങ്വിഷ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി ആൽക്കഹോൾ യൂസിങ്
ലൂക്കാസ് റിയേജൻറ്റ്, ദാറ്റ് ഈസ് കോൺസ്റ്റന്റ് HCl ആൻഡ് ജിങ്ക് ക്ലോറൈഡ്. അപ്പോൾ എന്താണ് ഒബ്സർവേഷൻ? ടെർഷ്യറി ആൽക്കഹോൾ ഗീവ്സ് ഇമ്മീഡിയറ്റ് ടെർബിഡിറ്റി. സെക്കൻഡറി ആൽക്കഹോൾ ഗീവ്സ് ടെർബിഡിറ്റി വിത്തിൻ 5 minutes. പ്രൈമറി ആൽക്കഹോൾ ഗീവ്സ് നോ ടെർബിഡിറ്റി അറ്റ് റൂം ടെമ്പറേച്ചർ. ഇനി നമ്പർ 2, ഡീഹൈഡ്രേഷൻ. എന്താ ഡീഹൈഡ്രേഷൻ? റിമൂവൽ ഓഫ് വാട്ടർ. അപ്പോൾ വാട്ടർ റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂറിക് ആസിഡ് ഉപയോഗിക്കാം. ബിക്കോസ് കോൺസെൻട്രേറ്റ് സൾഫ്യൂറിക് ആസിഡ് ഇസ് വെരി ഗുഡ് ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റ്. അപ്പോൾ ഒരു ആൽക്കഹോളിൽ OH ഗ്രൂപ്പുണ്ടല്ലോ. ഈ OH ഗ്രൂപ്പിൻ്റെ തൊട്ടടുത്ത കാർബണിൽ ഒരു H ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ അതിനെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂറിക് ആസിഡ് വെച്ച് നമ്മൾ ചൂടാക്കുന്നു. അപ്പോൾ എന്ത് നടക്കും? വർഷം പഠിച്ചു ബീറ്റ എലിമിനേഷൻ. ദ ഫങ്ഷണൽ ഗ്രൂപ്പ് OHനെ ക്യാരി ചെയ്യുന്ന കാർബൺ ആൽഫ, തൊട്ടടുത്ത കാർബൺ ബീറ്റ. അപ്പോൾ ദ സെക്കൻഡ് ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റം വിച്ച് ഗെറ്റ് എലിമിനേറ്റ് ഫ്രം ദി ബീറ്റ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ദ ഫസ്റ്റ് വൺ, ദെൻ ഇറ്റ് ഈസ് കോൾഡ് ബീറ്റ എലിമിനേഷൻ. അപ്പോൾ ഇവിടെ നിന്ന് H OH തമ്മിൽ വാട്ടർ പോയില്ല. അപ്പോൾ വാട്ട് ഈസ് ദ പ്രോഡക്റ്റ്? സി അല്ലേ? ഇവിടെ ഈ Hഉം OHഉം ഇറങ്ങിപ്പോയപ്പോൾ ഓരോ വാലൻസ് ഈ കാർബണിൽ ഫ്രീ ആയല്ലോ. അപ്പോൾ അതിൽ രണ്ടുകൂടെ ഷെയർ ചെയ്ത് എക്സ്ട്രാ ബോണ്ട് ആവുമല്ലോ. അപ്പോൾ ദ പ്രോഡക്റ്റ് ഈസ് ദ കറസ്പോണ്ടിങ് ആൽക്കീൻ. അപ്പോൾ ഒരു ആൽക്കഹോളിനെ ഡീഹൈഡ്രേഷൻ നടത്തുന്നു വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂറിക് ആസിഡ്. ദ റിസൾട്ട് ഈസ് ദ കറസ്പോണ്ടിങ് ആൽക്കീൻ. ഫോർ എക്സാമ്പിൾ, എഥനോൾ C2H5OH is treated with the concentrated sulfuric acid at about 443 Kelvin. What happened? Dehydration takes place to form ethene. Ethanol എന്താണെന്ന് അറിയാം? CH3 CH2OH. First carbon, this is the alpha carbon because it carries the OH group, functional group. അപ്പോൾ ഈ ആൽഫ ിൽ നിന്ന് OH ഗ്രൂപ്പും തൊട്ടടുത്ത കാർബൺ അഥവാ ബീറ്റയിൽ നിന്ന് Hഉം തമ്മിൽ വാട്ടർ ആയിട്ട് എലിമിനേറ്റ് ചെയ്യും. When it is treated with the constant sulfuric acid at 443 Kelvin, dehydration takes place. So what is the remaining? ഇവിടെ H പോയല്ലോ. അപ്പോൾ what is the remaining? CH2. ഇവിടെ OH പോയപ്പോൾ what is remaining? CH2. അപ്പം ഈ രണ്ട് കാർബണിൽ ഓരോ എക്സ്ട്രാ വാലൻസി ഉണ്ടല്ലോ, അത് ഷെയർ ചെയ്തെന്താവും? അഡീഷണൽ ബോണ്ട് കാൾഡ് ഡബിൾ ബോണ്ട് ആയി പോകും. അപ്പോൾ you will get ethene. So what happens when ethanol is treated with a constant sulfuric acid at 443 Kelvin? The answer is dehydration takes place to form the corresponding alkene. What is that? Ethene. Actually, the reaction involves in 3 steps. First of all, in presence of acid, the alcohol undergo protonation to form protonated alcohol. ആ പ്രോട്ടോനേറ്റഡ് ആൽക്കഹോൾ ഉണ്ടാകുന്നത് വളരെ ഫാസ്റ്റായിട്ടാണ്. അങ്ങനെ ഉണ്ടാകുന്ന പ്രോട്ടോനേറ്റഡ് ആൽക്കഹോളിൽ നിന്ന് വാട്ടർ എലിമിനേറ്റ് ചെയ്യും. ഡീഹൈഡ്രേഷൻ നടക്കുന്നു. ഡീഹൈഡ്രേഷൻ നടന്നാൽ കറസ്പോണ്ടിങ് കാർബോകാറ്റയോൺ കിട്ടും. മൂന്നാം സ്റ്റെപ്പിൽ ആ കാർബോകാറ്റയോണിൽ നിന്ന് ഡീപ്രോട്ടോനേഷൻ നടക്കും. അപ്പോൾ ഡീപ്രോട്ടോനേഷൻ നടക്കുമ്പോൾ പോസിറ്റീവ് ചാർജിനെ ക്യാരി ചെയ്യുന്ന കാർബണിൻ്റെ തൊട്ടപ്പുറത്തെ കാർബണിൽ നിന്നൊരു സിഗ്മ ഇലക്ട്രോണെ വലിച്ച് Hനെ പറഞ്ഞു വിടും. അപ്പോൾ H+ ആയിട്ട് പോകുമ്പോൾ യു വിൽ ഗെറ്റ് എത്തീൻ. ഇനി ഇലക്ട്രോഫിലിക് ആരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇലക്ട്രോഫിലിക് ആരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫീനോൾ. എന്താ ഫീനോൾ? ബെൻസീൻ റിങ്ങിൽ OH ഗ്രൂപ്പ്. അപ്പോൾ ബെൻസീൻ റിങ്ങിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആറ്റത്തിൽ മിനിമം ഒരു ലോൺ പെയർ എങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താ വിളിക്കുക? ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്. എന്ത് പറയാം? OH ഗ്രൂപ്പ് ഇൻ ഫീനോൾ ഈസ് ഓർത്തോപാര ഡയറക്റ്റിംഗ് ടുവേഴ്സ് ആരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ആൻഡ് ദിസ് ഈസ് ബിക്കോസ് the lone pair on oxygen of OH group is in conjugation with the aromatic pi electron of benzene ring, which increases the electron density at a ortho and para position by means of conjugation through resonance. Therefore, at this position, aromatic electrophilic substitution readily takes place. For example, nitration of phenol. ഫീനോളിനെ നൈട്രേറ്റ് നടത്തിയാൽ എന്ത് കിട്ടും? എന്താ നമ്മൾ കണ്ടത്? ഫീനോളിലെ OH ഗ്രൂപ്പ് ഓർത്തോപാര ഡയറക്റ്റിംഗ് എന്നല്ലേ?
നൈട്രേഷൻ നടത്തുന്നത് ഡൈലൂട്ട് നൈട്രിക് ആസിഡ് വെച്ചാന്ന് വിചാരിക്കുക. ഡൈലൂട്ട് നൈട്രിക് ആസിഡ്. അപ്പോൾ ഡൈലൂട്ട് നൈട്രിക് ആസിഡ് വെച്ച് കഴിഞ്ഞാൽ മോണോ സബ്സ്റ്റിറ്റ്യൂഷനാണ് നടക്കുക. ഫീനോളിലെ OH ഗ്രൂപ്പ് ഓർത്തോപാര ഡയറക്റ്റിംഗ് ആയതുകൊണ്ട് നമുക്ക് 2 പ്രോഡക്റ്റ് കിട്ടാം. അപ്പോൾ നൈട്രേഷൻ നടക്കുമ്പോഴുള്ള ഇലക്ട്രോഫൈൽ ഏതാണ്? നൈട്രോണിയം അയോൺ NO2+. അത് ഓർത്തോയിൽ വന്ന് ഒട്ടാം. ദാറ്റ് മീൻസ് 1 പ്രോഡക്റ്റ് ഈസ് ഓർത്തോ നൈട്രോഫീനോൾ. ഓർത്തോ നൈട്രോഫീനോൾ തൊട്ടടുത്ത പൊസിഷനിലാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ സ്റ്റെറിക് റിപ്പൽഷൻ കൂടുതലാണ്, അതുകൊണ്ട് ഇത് വളരെ കുറച്ചേ ഉണ്ടാവും. ദിസ് ഈസ് ദ മൈനർ പ്രോഡക്റ്റ്. മേജർ പ്രോഡക്റ്റ് ബെൻസീൻ റിങ്ങിൽ OH ഗ്രൂപ്പുണ്ട്. ഫീനോളിലെ OH ഗ്രൂപ്പിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആര് വരും? NO2 ഗ്രൂപ്പ്. അപ്പോൾ നമുക്കെന്ത് കിട്ടും? പാരാനൈട്രോഫീനോൾ. പാരാനൈട്രോഫീനോൾ ഈസ് ദ മേജർ പ്രോഡക്റ്റ്. അപ്പോൾ നമുക്ക് 2 ഐസോമർ കിട്ടി അല്ലേ, ഓർത്തോ നൈട്രോഫീനോളും പാരാനൈട്രോഫീനോളും. ഇതിനെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം? നമുക്കറിയാം ഓർത്തോ നൈട്രോഫീനോളിൽ ഈ OH ഗ്രൂപ്പിൽ എച്ചും നൈട്രോ ഗ്രൂപ്പിലെ ഓക്സിജനും തമ്മിലൊരു ഹൈഡ്രജൻ ബോണ്ട് വരും. ദാറ്റ് ഈസ് കോൾഡ് ഇൻട്രാ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്. ഇപ്പോൾ മോളിക്യൂൾ തമ്മിൽ അസോസിയേഷൻ ഇല്ല. അതുകൊണ്ട് ഓർത്തോ നൈട്രോഫീനോൾ ഈസ് സ്റ്റീം വോളറ്റൈൽ ഡ്യൂ ടു ഇൻട്രാ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. എന്നാൽ പാരാനൈട്രോഫീനോളിൽ പാരാ പൊസിഷനിലെ ഒരു NO2 ഓക്സിജനും തൊട്ടടുത്ത പാരാനൈട്രോഫീനോളിലെ ഫീനോളിക് ഗ്രൂപ്പിലെ എച്ചും തമ്മിൽ എന്ത് വരും? ഹൈഡ്രജൻ ബോണ്ട് വരും. അപ്പോൾ അവിടെ ഇൻറ്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. അപ്പോൾ അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ പാരാനൈട്രോഫീനോൾ ഈസ് ലെസ് വോളറ്റൈൽ ഡ്യൂ ടു ഇൻറ്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് വിച്ച് കോസസ് അസോസിയേഷൻ ഓഫ് മോളിക്യൂൾ. അതുകൊണ്ട് സ്റ്റീം ഡിസ്റ്റിലേഷൻ വഴി ഓർത്തോ ഐസോമറിനെ അഥവാ ഓർത്തോ നൈട്രോഫീനോളിനെ ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാം. ബിക്കോസ് ഇറ്റ് ഹാസ് ഓൺലി ഇൻട്രാ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആൻഡ് ദെയർഫോർ നോ അസോസിയേഷൻ. എന്നാൽ the para isomer, that means paranitrophenol, is less volatile due to intermolecular hydrogen bonding which causes the association of molecule. ഫീനോളിനെ കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡ് വെച്ചാണ് ട്രീറ്റ് ചെയ്യുന്നത് വിചാരിക്കാം. കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് വെച്ച് നൈട്രേറ്റ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ടേക്സ് പ്ലേസ്. എല്ലാ ഓർത്തോ പൊസിഷനിലും NO2 ഗ്രൂപ്പ് കയറുന്നു, അതുപോലെ പാരയിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ വാട്ട് ഇസ് എ പ്രോഡക്റ്റ്? 2, 4, 6. എത്ര നൈട്രോ ഗ്രൂപ്പ് ഉണ്ട്? 3 ഇല്ലേ? ഇപ്പോൾ ട്രൈ നൈട്രോ 2, 4, 6 ട്രൈ നൈട്രോ ഫീനോൾ. ഈ പ്രോഡക്റ്റിനെ നമ്മൾ പൊതുവിൽ വിളിക്കുന്ന പേരാണ് പിക്രിക് ആസിഡ്. എന്താണ്? പിക്രിക് ആസിഡ്. അപ്പോൾ എന്താ പിക്രിക് ആസിഡ്? 2, 4, 6 ട്രൈ നൈട്രോ ഫീനോൾ ഇസ് കോൾഡ് പിക്രിക് ആസിഡ്. ഇതെങ്ങനെ ഉണ്ടാക്കുക? ഫീനോൾ ഓൺ നൈട്രേഷൻ വിത്ത് കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡ്, it is converted to 2, 4, 6 trinitrophenol called picric acid. ഇനി ഫീനോളിൻ്റെ ഒരു മേജർ റിയാക്ഷനാണ് റൈമർ-ടീമാൻ റിയാക്ഷൻ. റൈമർ-ടീമാൻ റിയാക്ഷൻ. എന്താ റൈമർ-ടീമാൻ റിയാക്ഷൻ? കൺവേർഷൻ ഓഫ് ഫീനോൾ ടു സാലിസിൽ ആൽഡിഹൈഡ്. ഫീനോൾ ബെൻസീൻ റിങ്ങിൽ OH. ആ ഫീനോളിനെ എന്താക്കി മാറ്റുന്നു? സാലിസിൽ ആൽഡിഹൈഡ്. എന്താ സാലിസിൽ ആൽഡിഹൈഡ്? ഫീനോളിക് ഗ്രൂപ്പിൻ്റെ തൊട്ടടുത്ത് ആൾഡിഹൈഡ് ഗ്രൂപ്പ് വരുന്നു. അപ്പോൾ ആൾഡിഹൈഡ് ഗ്രൂപ്പിനല്ലേ പ്രിഫറൻസ്. അപ്പോൾ പിന്നെ OH ഗ്രൂപ്പിന് പ്രിഫറൻസ് ഇല്ലാത്തതുകൊണ്ട് ഇതിനെ IUPAC എന്ന് വിളിക്കും. ഓർത്തോ ഹൈഡ്രോക്സി ബെൻസാൾഡിഹൈഡ് അഥവാ 2 ഹൈഡ്രോക്സി ബെൻസാൾഡിഹൈഡ്. ആൾഡിഹൈഡ് ഗ്രൂപ്പിനാണ് പ്രിഫറൻസ്. സോ ദാറ്റ് ഇറ്റ് ഷുഡ് ഗെറ്റ് ദി ഫസ്റ്റ് നമ്പർ വൈൽ നമ്പറിങ്. 2 ഹൈഡ്രോക്സി ബെൻസാൾഡിഹൈഡ്, 2 ഹൈഡ്രോക്സി ബെൻസാൾഡിഹൈഡ് ഓർ സാലിസിൽ ആൽഡിഹൈഡ്. അങ്ങനെ ഫീനോളിനെ സാലിസിൽ ആൽഡിഹൈഡ് ആക്കുന്ന റിയാക്ഷനെ വിളിക്കുന്നവരാണ് റൈമർ-ടീമാൻ റിയാക്ഷൻ. അതിനുവേണ്ടി ആദ്യം ഫീനോളിനെ ക്ലോറോഫോമും CHCl3 അക്വസ് ആൽക്കലി ഫോർ എക്സാമ്പിൾ NaOH വെച്ച് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഇൻ്റർമീഡിയറ്റ് കിട്ടും, സാൾട്ട് ആവും. ദാറ്റ് മീൻസ് ONA ആയിട്ട് മാറും. ഗ്രൂപ്പിൻ്റെ ഓർത്തോ പൊസിഷനിൽ ആൾഡിഹൈഡ് ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? അസിഡിഫൈ ചെയ്യുമ്പോൾ ONA ഗ്രൂപ്പ് എന്താവും? OH ആവും.
അപ്പോൾ you will get 2-hydroxy benzaldehyde. ഇനി commercially an important alcohol is ethanol. അപ്പോൾ ethanol is obtained commercially by the fermentation of sugar present in molasses. It's a two-step process. ആദ്യം cane sugar C12H22O11 cane sugarനെ fermentation നടത്തുന്നു in presence of water. The enzyme used in the first inverters. In the first step, the disaccharide, that means sucrose, is converted to two monosaccharide. One is glucose, the other one is fructose. Molecular formula same, C6H12O6. Then the simple sugar called glucose is again undergo fermentation in presence of Zymer's enzyme. ഇത് ഡീകമ്പോസ് ചെയ്ത് 2 മോളിക്യൂൾ ആൽക്കഹോൾ ദാറ്റ് ഈസ് എത്തനോളും 2 മോളിക്യൂൾ കാർബൺ ഡയോക്സൈഡായിട്ടും ഡീകമ്പോസ് ചെയ്യും. അപ്പോൾ കിട്ടുന്ന എത്തനോളിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്റ്റിൽ ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാം, ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ ആക്വസ് സൊല്യൂഷൻ. അപ്പോൾ അസിയോട്രോപിക് കോമ്പോസിഷൻ ഉണ്ട്. അതുകൊണ്ട് യു വിൽ ഗെറ്റ് ഓൺലി റെക്ടിഫൈഡ് സ്പിരിറ്റ് ദാറ്റ് ഈസ് 95% എത്തനോൾ. കാരണം 95% എത്തനോളിൻ്റെ കൂടെ 5% വാട്ടർ കൂടെ ചേർന്ന് ഒരു അസിയോട്രോപിക് കോമ്പോസിഷൻ ആകുകയും ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ രണ്ടും കൂടെ ഡിസ്ലൗട്ട് ചെയ്യും, സെയിം കോമ്പോസിഷൻ വേപ്പർ ഫേസിൽ റീറ്റെയിൻ ചെയ്യും. അങ്ങനെ അസിയോട്രോപിക് കോമ്പോസിഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് 100% എത്തനോൾ ഉണ്ടാക്കാൻ പറ്റില്ല. ഇങ്ങനെ കിട്ടുന്ന 95% എത്തനോൾ ഈസ് കോൾഡ് റെക്ടിഫൈഡ് സ്പിരിറ്റ്. വാട്ട് അബൌട്ട് എത്തനോൾ? എത്തനോൾ ഈസ് എ കളർലെസ് ലിക്വിഡ്. It is used as a solvent in paint industry and in the preparation of a number of carbon compounds. The commercial alcohol is made unfit for drinking by mixing it with some copper sulfate. അപ്പോൾ നമുക്ക് തിരിച്ചറിയാം, ബ്ലൂ കളർ കാണും. അല്ലെങ്കിൽ പിരിഡിൻ ആഡ് ചെയ്യും, അപ്പോൾ ഒരു ഫൗൾ സ്മെല്ലുണ്ടാവും. ആൻഡ് ദെൻ ഇറ്റ് ഈസ് കോൾഡ് ഡീനേച്ചേർഡ് ആൽക്കഹോൾ. ഇനി റിയാക്ഷൻസ് ഓഫ് ഈതർ. Ether is the least reactive functional group. However, it undergo cleavage in presence of halogen acid. For example, ROR, aliphatic ether, halogen acid, HX, HI greater than, HBr greater than HCl in terms of reactivity. അപ്പോൾ what happened? ആൽക്കോക്സിഡ് അയോണും കാർബോകാറ്റയോണായിട്ട് മാറും. ആ കാർബോകാറ്റയോണടുത്ത് ഹാലജൻ വരും. വൺ പ്രോഡക്റ്റ് ഈസ് ദ കറസ്പോണ്ടിങ് ആൽക്കൈൽ ഹാലൈഡ് ആൻഡ് ദെൻ ദ ആൽക്കഹോൾ. ആൻ ആരോമാറ്റിക് ഈതർ, ഫോർ എക്സാമ്പിൾ അനിസോൾ, ഈസ് ഹീറ്റഡ് വിത്ത് HI. ഇവിടെ ബോണ്ട് ക്ലീവേജ് എങ്ങനെ നടക്കും? ഫീനോക്സിഡ് അയോൺ ഈസ് റിലേറ്റീവ്ലി മോർ സ്റ്റേബിൾ. അതുകൊണ്ട് ദ ബോണ്ട് ക്ലീവേജ് ടേക്സ് പ്ലേസ് ടുവേഴ്സ് ഓക്സിജൻ ഹെട്രോളിറ്റിക്കലി. അപ്പോൾ ഫീനോക്സിഡ് അയോൺ കിട്ടും. ആ ഫീനോക്സിഡ് അയോണിലേക്ക് ആരാടിയും ഹെട്രോഫൈൽ H+. അപ്പോൾ വൺ ഓഫ് ദ പ്രോഡക്റ്റ് ഈസ് ഓൾവേസ് ഫീനോൾ. ദർഫോർ ദ അതർ പ്രോഡക്റ്റ് ഈസ് ദ കറസ്പോണ്ടിങ് ആൽക്കൈൽ ഹാലൈഡ്. ഈ കാർബോകാറ്റയോണിലേക്ക് I- വന്ന് ആഡ് ചെയ്യും. അപ്പോൾ ദ ബൈ പ്രോഡക്റ്റ് ഈസ് CH3I. സോ വി ക്യാൻ കൺവേർട്ട് അനിസോൾ ടു ഫീനോൾ. ആരോമാറ്റിക് ഈതറിൽ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കാമല്ലോ. ആരെ പോലെ? ഫീനോളിനെ പോലെ. കാരണം എന്താ? ഫീനോളിൽ ബെൻസീൻ റിങ്ങിൽ OH ഗ്രൂപ്പാണെങ്കിൽ ഇവിടെ എന്താണ്? ആൽക്കോക്സി ഗ്രൂപ്പ്. ഇപ്പോൾ ഫീനോളിലുള്ളതുപോലെ ഓക്സിജനിൽ 2 ലോൺ പെയർ ഉണ്ട്. ഈ ലോൺ പെയർ ആരോമാറ്റിക് റിങ്ങുമായിട്ട് കോൺജുഗേഷൻ വരും. അപ്പോൾ റെസനൻസിന് ഫലമായി ഇലക്ട്രോൺ ഡെൻസിറ്റി ഓർത്തോയിലും പാരയിലും കൂടും. Therefore, the alkoxy group in aromatic ether is orthopara directing towards aromatic electrophilic substitution reaction. അപ്പോൾ ഇവിടെ 2 പ്രോഡക്റ്റ് കിട്ടാം. ഓർത്തോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രോഡക്റ്റും കിട്ടാം, പാരാ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രോഡക്റ്റും കിട്ടാം. പാര ഈസ് ദ മേജർ പ്രോഡക്റ്റ് ആൻഡ് ഓർത്തോ ഈസ് ദ മൈനർ പ്രോഡക്റ്റ്. ഫോർ എക്സാമ്പിൾ, the simplest aromatic ether, what is that? Methoxybenzene called anisole. The OCH3 group in anisole is orthopara directing towards aromatic electrophilic substitution. Why? The lone pair on oxygen is in conjugation with the aromatic pi electron of benzene ring, which increases the electron density at ortho and para position by means of conjugation through resonance. Therefore, at this position, aromatic
ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റെഡിലി ടേക്സ് പ്ലേസ്. അപ്പോൾ നൈട്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് പ്രോഡക്റ്റ് കിട്ടാം. ഓർത്തോ നൈട്രോ പ്രോഡക്റ്റും കിട്ടാം, പാരാ നൈട്രോ പ്രോഡക്റ്റും കിട്ടാം. ഹാലജനേഷൻ നടത്തിയാലും രണ്ട് പ്രോഡക്റ്റ് കിട്ടാം. ഓർത്തോ പ്രോഡക്റ്റും കിട്ടും, പാരാ പ്രോഡക്റ്റും കിട്ടും. ഓർത്തോ ഈസ് ദ മൈനർ പ്രോഡക്റ്റ്, പാരാ ഈസ് ദ മേജർ പ്രോഡക്റ്റ്. ബ്രോമിൻ ഇൻ പ്രസൻസ് ഓഫ് എഥനോയിക് ആസിഡ് ഓർ അസറ്റിക് ആസിഡ്. വി ഹാവ് ടു പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റ് എന്താണ്? പാരാ ബ്രോമോ അനിസോൾ. പാരാ ബ്രോമോ അനിസോൾ. എന്താ മറ്റേ പ്രോഡക്റ്റ്? വാട്ട് ഇസ് അതർ പ്രോഡക്റ്റ്? ഓർത്തോ ഐസോമർ അല്ലേ? ഉണ്ടെങ്കിൽ OCH3, ദറ്റ് ഈസ് അനിസോൾ. ഓർത്തോ. അപ്പോൾ ഓർത്തോ ബ്രോമോ അനിസോൾ, ദറ്റ് ഈസ് ദ minor product. Anisole undergo Friedel-Crafts reaction, that is both alkylation and acylation. അപ്പോൾ ആൽക്കൈലേഷന് നമ്മൾ എന്ത് ചെയ്യും? ഒരു ആൽക്കൈൽ ഹാലൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യും. സിംപ്ലസ്റ്റ് ആൽക്കൈൽ ഹാലൈഡ്, ഫോർ എക്സാമ്പിൾ മീഥൈൽ ക്ലോറൈഡ്. ഫ്രിഡൽ-ക്രാഫ്റ്റ്സ് റിയാക്ഷൻ നടക്കുമ്പോൾ ഇലക്ട്രോഫൈലിനെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ലൂയിസ് ആസിഡ് ഉപയോഗിക്കുമല്ലോ. എന്നതിൻ്റെ പേര് അൺഹൈഡ്രസ് AlCl3. അത് ഇലക്ട്രോൺ ഡെഫിസിറ്റ് ആണ്. അതുകൊണ്ട് Cl- വലിച്ചുകൊണ്ട് പോവും, AlCl4- ആവും. അപ്പോൾ ഇലക്ട്രോഫൈൽ ഉണ്ടാവും. ഏതാ? CH3+. ആ CH3+ ഇവിടേക്ക് ഡയറക്റ്റ് ചെയ്യും OCH3 ഗ്രൂപ്പ്. ഇത് ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ് ബിക്കോസ് ഓഫ് ലോൺ പെയർ ഓൺ ഓക്സിജൻ. അപ്പോൾ ഇത് ഓർത്തോയിലേക്കും പറഞ്ഞേക്കും, പാരയിലേക്കും. നമുക്ക് രണ്ട് പ്രോഡക്റ്റ് കിട്ടാം. പാരാ പ്രോഡക്റ്റ് മേജറായിട്ട് കിട്ടും, ഓർത്തോ പ്രോഡക്റ്റ് മൈനർ പ്രോഡക്റ്റ്. ഓക്കെ. അപ്പോൾ മേജർ പ്രോഡക്റ്റ് എന്താണ്? 4-methoxytoluene. മൈനർ പ്രോഡക്റ്റോ 2-methoxytoluene. ഇനി ഇതേപോലെ ഫ്രിഡൽ-ക്രാഫ്റ്റ്സ് അസൈലേഷൻ, ഇൻട്രൊഡക്ഷൻ ഓഫ് അസൈൽ ഗ്രൂപ്പ്. എന്താണ് അസൈൽ ഗ്രൂപ്പ്? RCO ഗ്രൂപ്പ്. ദ സിംപ്ലസ്റ്റ് അസൈൽ ഗ്രൂപ്പ് ഈസ് ഫ്രം അസറ്റിക് ആസിഡ്, അസറ്റൈൽ ഗ്രൂപ്പ് CH3CO. അതിൻ്റെ അസൈൽ ഹാലൈഡ് എടുക്കുക. ഫോർ എക്സാമ്പിൾ അസറ്റൈൽ ക്ലോറൈഡ് ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് AlCl3. ഒരു പ്രോഡക്റ്റ് പാരാ ഐസോമർ, പാരയിൽ OCH3. ഇപ്പോൾ 4-methoxy acetophenone. 4-methoxy acetophenone, ദാറ്റ് ഈസ് എ മേജർ പ്രോഡക്റ്റ്. ഇതുകൂടാതെ ഓർത്തോയിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കത്തില്ലേ? അപ്പോൾ ഓർത്തോ പൊസിഷനിൽ അസൈലേഷൻ നടന്നു. അപ്പോൾ ഓർത്തോ പ്രോഡക്റ്റും കിട്ടി, പാരാ പ്രോഡക്റ്റും കിട്ടി. പാരാ ഈസ് ദ മേജർ പ്രോഡക്റ്റ്, ഓർത്തോ ഈസ് ദ മൈനർ പ്രോഡക്റ്റ്. വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ കോമ്പൗണ്ട്? 2-methoxy acetophenone. ഇനി നമ്മൾ പഠിച്ചത് വെച്ചുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം. C2H5OH സൾഫ്യൂറിക് ആസിഡ് അറ്റ് 443 Kelvin. എന്തായിരിക്കും പ്രോഡക്റ്റ്? കോൺസെൻട്രേറ്റ് സൾഫ്യൂറിക് ആസിഡ് ഒരു ആൽക്കഹോൾ ട്രീറ്റ് ചെയ്താൽ ഡീഹൈഡ്രേഷൻ നടക്കും. എത്തനോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ CH3CH2OH. അപ്പോൾ ഡീഹൈഡ്രേഷൻ നടക്കുമ്പോൾ ഈ ഫസ്റ്റ് കാർബണിൽ നിന്ന് OHും സെക്കൻഡ് കാർബണിൽ നിന്ന് Hഉം പോവും. അപ്പോൾ വാട്ട് ഈസ് ദ പ്രോഡക്റ്റ്? CH2CH2. രണ്ട് കാർബണിൽ ഓരോ വാലൻസി ഫ്രീ അല്ലേ? ആ എക്സ്ട്രാ വാലൻസി എന്താവും? ഡബിൾ ബോണ്ട് ആവും. സോ ദ പ്രോഡക്റ്റ് ഈസ് എത്തീൻ ഓൺ ഡീഹൈഡ്രേഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. CH3 CH2 CH CH3 CHO, സോഡിയം ബോറോഹൈഡ്രേറ്റ്, ഇറ്റ്സ് എ റെഡ്യൂസിങ് ഏജൻറ്റ്. അപ്പോൾ ആൽഡിഹൈഡ് ഈസ് റെഡ്യൂസ് ടു കറസ്പോണ്ടിങ് പ്രൈമറി ആൽക്കഹോളിക് ഗ്രൂപ്പ്. അപ്പോൾ ബാക്കിയെല്ലാം അതുപോലെ നിൽക്കും. ഈ CHO ഗ്രൂപ്പ് എന്തായിട്ട് മാറും? CH2OH. You will get the corresponding primary alcohol. Then what is Lucas test? A test to distinguish primary, secondary and tertiary alcohol using Lucas reagent. What is Lucas reagent? Constant HCl and zinc chloride. ആർക്കാണ് റിയാക്ടിവിറ്റി കൂടുതൽ? ടെർഷ്യറി ആൽക്കഹോൾ. Therefore tertiary alcohol gives immediate turbidity, secondary alcohol gives turbidity within 5 minutes and primary alcohol will not give turbidity at a room temperature. Then suggest a method to prepare tertiary butyl methyl ether. That means 2-methoxy 2-methyl propane. ഈ ഈതർ ഒരു മിക്സഡ് ഈതറാണ്. ഒരു ആൽക്കൈലേഷൻ ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ്, രണ്ടാമത്തെ ആൽക്കൈലേഷൻ മീഥൈൽ. അപ്പോൾ ടെർഷ്യറി ആൽക്കൈൽ ഗ്രൂപ്പ് ഈതറിൽ വരണമെങ്കിൽ ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ് എടുത്താൽ ഈതർ കിട്ടില്ല. ആൽക്കീൻ ഈസ് ദ ഓൺലി റിയാക്ഷൻ പ്രോഡക്റ്റ്. അതുകൊണ്ട് ടെർഷ്യറി ആൽക്കൈലേഷൻ വരണമെങ്കിൽ അത് സോഡിയം സാൾട്ടഡ് എടുക്കണം. അപ്പോൾ സോഡിയം ടെർഷ്യറി ബ്യൂട്ടോക്സൈഡ് ഈസ് യൂസ്ഡ് ടു ബ്രിങ് ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് ഓൺ ഈതർ. അപ്പോൾ പിന്നെ മീഥൈൽ
കിട്ടാൻ വേണ്ടി സിംപ്ലസ്റ്റ് ആൽക്കൈൽ ഹാലൈഡായ മീഥൈൽ ക്ലോറൈഡ് എടുക്കും. അപ്പോൾ റിയാക്ഷൻ എന്താണ്? ഈ സോഡിയം ടെർഷ്യറി ബ്യൂട്ടോക്സൈഡിലെ Na+ അയോണും മീഥൈൽ ക്ലോറൈഡിലെ Cl- കൂടെ ചേർന്ന് NaCl ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് ഒരു ആൽക്കോക്സൈഡ് ഗ്രൂപ്പ് കിട്ടി. ഏതാത്? ടെർഷ്യറി ബ്യൂട്ടോക്സൈഡ് ഗ്രൂപ്പ്. ടെർഷ്യറി ബ്യൂട്ടോക്സൈഡ് ഗ്രൂപ്പ്. ആ ടെർഷ്യറി ബ്യൂട്ടോക്സൈഡ് ഗ്രൂപ്പിലേക്ക് ഈ CH3 ആഡ് ചെയ്യും. അപ്പം യു വിൽ ഗെറ്റ് ടെർഷ്യറി ബ്യൂട്ടൈൽ മീഥൈൽ ഈതർ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൗ ഈസ് ഫീനോൾ പ്രിപ്പയർഡ് ഫ്രം ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ്? ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിന് ഫീനോൾ എങ്ങനെ ഉണ്ടാക്കാം? ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് എന്താണ്? ബെൻസീൻ റിംഗിൽ N2Cl. അത് അനിലിനെ ഡൈസോട്ടൈസ് ചെയ്താണ് ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് ഉണ്ടാക്കുക. അതിനെ വാട്ടർ ഒഴിച്ചിട്ട് ചെറുതായിട്ട് ചൂടാക്കുക. വാട്ടർ ആഡ് ചെയ്ത് വാം ചെയ്യുക. അപ്പോൾ N2 ഗ്യാസ് എലിമിനേറ്റ് ചെയ്യും. Hഉം Cയിലൂടെ ചേർന്ന് HCl പോവും. പിന്നെ വാട്ടറിലെ മിച്ചമുള്ള OH ഗ്രൂപ്പ് ബെൻസീൻ റിങ്ങിലേക്ക് വരും. അപ്പോൾ യു വിൽ ഗെറ്റ് ഫീനോൾ. ബൈ വാമിംഗ് ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് വിത്ത് വാട്ടർ, ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് ക്യാൻ ബി കൺവേർട്ട് ടു ഫീനോൾ. ഇനി എക്സ്പ്ലെയിൻ ദ റിയാക്ഷൻ വില്യംസൺ സിന്തസിസ്. വില്യംസൺ സിന്തസിസ് ഈസ് ദ സിന്തസിസ് ഓഫ് എനി ടൈപ്പ് ഓഫ് ഈതർ. ഏത് ടൈപ്പ് ഈതർ ഉണ്ടാക്കാൻ നമുക്ക് വില്യംസൺ സിന്തസിസ് ഉപയോഗിക്കാം. അതിനുവേണ്ടി ഒരു ആൽക്കൈൽ ഹാലൈഡിനെ സോഡിയം സാൾട്ട് ഓഫ് ആൽക്കഹോൾ, ദാറ്റ് മീൻസ് സോഡിയം ആൽക്കോക്സൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യാം. അപ്പം ആലിഫാറ്റിക് ഈതർ കിട്ടും. അല്ലെങ്കിൽ ഫീനോളിൻ്റെ സോഡിയം സാൾട്ട്, സോഡിയം ഫീനോക്സൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ആരോമാറ്റിക് ഈതർ കിട്ടും. അപ്പോൾ റിയാക്ഷൻ എന്താണ്? സോഡിയവും ഹാലജനോട് ചേർന്ന് സോഡിയം ഹാലൈഡ് എലിമിനേറ്റ് ചെയ്യും. അപ്പോൾ നമുക്കിവിടെ ആൽക്കൈൽ ഗ്രൂപ്പ് കാർബോകാറ്റനോട് ഇവിടെ കിട്ടും ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന്. അതിലേക്ക് ഇവിടെ നിന്ന് മിച്ചം ആരാണ്? ആൽക്കോക്സൈഡ് ഗ്രൂപ്പ്, അത് ആഡ് ചെയ്യും. അപ്പോൾ ആൽക്കോക്സി ആൽക്കൈൽ, ദാറ്റ് ഈസ് കോൾഡ് ആലിഫാറ്റിക് ഈതർ. R can be same, then it is symmetric ether. If R is different, you will get unsymmetric ether. So any type of aliphatic ether can be prepared. സോഡിയം ഫീനോക്സൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ സോഡിയവും ഹാലജനും ചേർന്ന് സോഡിയം ഹാലൈഡ് പോവും. അപ്പോൾ നമുക്ക് ഫീനോക്സൈഡ് അയോൺ കിട്ടും. ഈ ഫീനോക്സൈഡ് അയോണിലേക്ക് R ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആൽക്കോക്സി ബെൻസീൻ കോൾഡ് ആരോമാറ്റിക് ഈതർ. ആൻഡ് ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് വില്യംസൺ സിന്തസിസ്. അപ്പോൾ എന്താണ് വില്യംസൺ സിന്തസിസ്? വെൻ an alkyl halide is treated with sodium alkoxide or sodium phenoxide, the corresponding ether is formed and is called Williamson synthesis. A general equation Rx, that means an alkyl halide, is treated with sodium alkoxide, RONA. Sodium halogen ചേർന്ന് sodium halide പോകുമ്പോൾ you will get alkoxy alkane, that is called aliphatic ether. Then what is Reimer-Tiemann reaction? Conversion of phenol to salicylaldehyde. That means conversion of phenol to salicylaldehyde on treating phenol with chloroform in presence of NaOH followed by acidification. ഇപ്പോൾ ഫീനോളിനെ ക്ലോറോഫോമും അക്വസ് ആൽക്കലിയും വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ഒരു ഇൻ്റർമീഡിയറ്റ് കിട്ടും. അതിലെ വീണ്ടും NaOH വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ CHCl2 ഗ്രൂപ്പ് CHO ആയിട്ട് മാറും. ഇതിനെ അസിഡിഫൈ ചെയ്യുമ്പോൾ ONA ഗ്രൂപ്പ് OH ആവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സാലിസിൽ ആൽഡിഹൈഡ്. വാട്ട് ഈസ് പിക്രിക് ആസിഡ്? ഹൗ ഇറ്റ് ഈസ് പ്രിപ്പയർഡ്? അപ്പോൾ എന്താണ് പിക്രിക് ആസിഡ്? ഫീനോളിനെ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ഫീനോൾ കംപ്ലീറ്റ്ലി ഗെറ്റ് നൈട്രേറ്റഡ് ടു ഫോം picric acid. That means 2,4,6 trinitrophenol is called picric acid. It is prepared by the nitration of phenol with the concentrated nitric acid. Concentrated nitric acid വെച്ച് ഫീനോളിനെ നൈട്രേറ്റ് ചെയ്യുമ്പോൾ OH ഗ്രൂപ്പ് ഹൈലി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. എല്ലാ ഓർത്തോ പൊസിഷനിലും അതുപോലെ പാരയിലും NO2 ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രോഡക്റ്റ് കിട്ടും. വാട്ട് ഇസ് ദാറ്റ്? 2,4,6 trinitrophenol and that is called picric acid. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൗ വിൽ യു പ്രിപ്പയർ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ആൽക്കഹോൾ യൂസിങ് Grignard reagent? Addition of Grignard reagent with methanol or formaldehyde followed by hydrolysis gives primary alcohol. With any other aldehyde other than formaldehyde will give secondary alcohol. With the ketones it gives tertiary alcohol. Complete the following. RCOH, it's a very good reducing agent. That means strong reducing agent. Therefore, carboxylic acid is completely reduced to corresponding primary alcohol. Therefore, RCH2OH. Then this is an alkene. Water is added in presence of acid. When the unsymmetric reagent water is added to an unsymmetric alkene, therefore it follows Markovnikov rule. Therefore, the negative part will adds to a carbon with lesser number of H atom. So the product is CH3, CH, OH, H,
ടെർമിനൽ കാർബണിൽ ആഡ് ചെയ്യും. അപ്പോൾ CH3. സോ വാട്ട് ഇസ് ദ പ്രോഡക്റ്റ്? പ്രൊപ്പെയിൻ 2ol. നെക്സ്റ്റ് വൺ, ആൾഡിഹൈഡിനെ റിഡക്ഷൻ നടത്തുന്നു ഇൻ പ്രസൻസ് ഓഫ് പലേഡിയം കാറ്റലിസ്റ്റ്. എനി ആൾഡിഹൈഡ് ഓൺ റിഡക്ഷൻ ഗീസ് ദ കറസ്പോണ്ടിങ് primary alcohol. What is that? RCH2OH. Give reason. The OH group in phenol is orthopara-directing towards aromatic electrophilic substitution reaction. Why? Because the lone pair on oxygen of OH group is in conjugation with the aromatic pi electron of benzene ring, which increases the electron density at ortho and para position by means of resonance. Therefore, at this position, the aromatic electrophilic substitution readily takes place. Then orthonitrophenol is steam volatile while paranitrophenol is less volatile. Why? Orthonitrophenol is steam volatile due to intramolecular hydrogen bonding, while paranitrophenol is less volatile due to intermolecular hydrogen bonding, which causes association of molecule. മറ്റേത് മോളിക്കൂളിനകത്ത് തന്നെയാണ് ഹൈഡ്രജൻ ബോണ്ട്, അപ്പോൾ അസോസിയേഷൻ ഇല്ല, ഓരോ മോളിക്കൂളായിട്ട് ചാടിപ്പാം, അപ്പോൾ സ്റ്റീം വോളറ്റൈൽ. Alcohol like methanol and ethanol are soluble in water. Why? It is due to H bond with water molecule. വാട്ടർ മോളിക്കൂളോട് ചേർന്ന് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ആൽക്കഹോൾ പെട്ടെന്ന് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്നത്. നമ്പർ 10, കൺവേർട്ട് ക്ലോറോബെൻസീൻ ടു ഫിനോൾ, ദെൻ ബെൻസീൻ ടു ഫിനോൾ. അപ്പോൾ കൺവേർട്ട് ക്ലോറോബെൻസീൻ ടു ഫിനോൾ. ക്ലോറോബെൻസിനെ NaOH വെച്ച് ട്രീറ്റ് ചെയ്യുക അണ്ടർ ഡ്രാസ്റ്റിക് കണ്ടീഷൻ. അപ്പോൾ സോഡിയം ഫിനോക്സൈഡ് കിട്ടും, അതിനെ അസിഡിഫൈ ചെയ്യുമ്പോൾ Na+ വരും, H+ വരും. So that chlorobenzene is converted to phenol. Then benzene to phenol. ബെൻസീനെ കോൺസെൻട്രേറ്റ് സൾഫൂരിക് ആസിഡ് വെച്ച് അല്ലെങ്കിൽ ഒലിയം വെച്ച് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ എന്താവും? ബെൻസീൻ സൾഫോണിക് ആസിഡ്. അതിനെ ആൽക്കലി വെച്ച് ട്രീറ്റ് ചെയ്യുക, അപ്പോൾ സോഡിയം ഫിനോക്സൈഡ് ഉണ്ടാവും, അതിനെ അസിഡിഫൈ ചെയ്യുമ്പോൾ ഫീനോളായി മാറും. ഇനി എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് റിയാക്ഷൻ. ഫ്രീഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ ഓഫ് ഫെനിസോൾ, നൈട്രേഷൻ ഓഫ് ഫീനോൾ വിത്ത് ഡൈലൂട്ട്സ് നൈട്രിക് ആസിഡ്. ഫ്രീഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ എന്താണ്? ഇൻട്രൊഡക്ഷൻ ഓഫ് ആൽക്കൈൽ ഓർ അസൈൽ ഗ്രൂപ്പ് ടു an arene is called Friedel-Crafts acylation. For example, anisole ആൽക്കൈലേഷൻ നടത്താൻ വേണ്ടി ആൽക്കൈൽ ഹാലൈഡ് ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ CH3Cl ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് AlCl3. അത് ലൂയിസ് ആസിഡ് ആയതുകൊണ്ട് Cl- വലിച്ചുകൊണ്ട് പോകുമ്പോൾ CH3+ ഉണ്ടാവും. ആ ഇലക്ട്രോഫൈൽ പാരയിൽ ആഡ് ചെയ്യാം, ഓർത്തോയിൽ ആഡ് ചെയ്യാം. ബിക്കോസ് OCH3 ഗ്രൂപ്പ് ഈസ് an activating group, therefore ortho para directing. The major product is para isomer. What is that? 4-methoxytoluene. Minor product is 2-methoxytoluene. Next, nitration of phenol with dilute nitric acid. Dilute nitric acid വെച്ച് ഫിനോളിനെ നൈട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മോണോ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കിട്ടുക. അപ്പോൾ 2 പ്രോഡക്റ്റ് കിട്ടാം, കാരണം OH ഗ്രൂപ്പ് ഈസ് ഓർത്തോ പാര ഡയറക്റ്റിംഗ്. അപ്പോൾ ഓർത്തോ നൈട്രോഫിനോളും കിട്ടും, പാരാ നൈട്രോഫിനോളും കിട്ടും. ഓക്കെ.